യേശുവേ സ്തുതി. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. മർക്കോസിന്റെ സുവിശേഷം 1:41 അതിമനോഹരമാണ്. അതായത് ഈശോ ആ കുഷ്ഠരോഗിയുടെ ശരീരഭാഷ, അവൻ്റെ കണ്ണ് നിറഞ്ഞ അവസ്ഥയോ, അവനെ നിസ്സഹായത കൈ മലർത്തുന്ന അവസ്ഥയോ, അവൻ മുട്ടി നിന്ന അവസ്ഥയോ, വാട്ട് ബി ദ സൈൻസ് ആൻഡ് ജസ്റ്റീസ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രയർഫുൾ. അവൻ്റെ ഒരു പ്രാർത്ഥന പോലെയാണ് ഈശോ അവൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുത്തത്. ആ പ്രാർത്ഥനയിലെ അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ അമ്മയുടെ വചനമില്ലേ? ലൂക്ക 1:50 അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. മർക്കോസിൻ്റെ 1:41 എന്താണ്? അവിടുന്ന് മനസ്സലിഞ്ഞു തൻ്റെ കാരുണ്യം കാണിക്കുകയാണ്, തലമുറകൾ തോറും ഉണ്ടായിരിക്കണം. ആരുടെ മേലാണ്? തൻ്റെ ഭക്തരുടെ മേൽ. ആ കുഷ്ഠരോഗിയുടെ ഭക്തിയും ആ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനയും ദൈവത്തിന് മനസ്സലിച്ചെങ്കിൽ, ദൈവവേദനേ നിന്റെ മുമ്പിലിരിക്കുന്ന കർത്താവിൻ്റെ മനസ്സലിയിക്കാൻ നിന്റെ ഭക്തിയും നിന്റെ പ്രാർത്ഥനയും നിന്നെ സഹായിക്കുന്നത് ഉടമ്പടി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ. അവിടുന്ന് തന്നെ ലൂക്ക 1:50 പ്രാർത്ഥിക്കുന്നു കർത്താവേ, തലമുറ തോറും അവിടുന്ന് കാണിക്കുന്ന ഭക്തരോട് കാണിക്കുന്ന ഭക്തി എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിക്കുവാൻ കർത്താവേ മർക്കോസിന്റെ 1:41 പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ കുഷ്ഠരോഗികൾ കാണിച്ച മനസ്സലിവ് എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിക്കുവാൻ കർത്താവേ എൻ്റെ ഭക്തിയെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് എപ്പോഴും മനസ്സുണ്ട്. ശ്രദ്ധിക്കുക, വചനം വളരെ ഹൃദ്യമാണ്. ശരിക്കും മർക്കോസിൻ്റെ 1:41 ഈശോ എന്നാ പറയണത്? കുഷ്ഠരോഗി എന്നാ പറഞ്ഞത്? അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ. പണ്ടൊരു മനുഷ്യൻ ഇതുപോലെ ഈശോനെ കണ്ടപ്പോൾ പറഞ്ഞതേ, കർത്താവേ അങ്ങൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല, ഒരു വാക്ക് മാത്രം മതിയെന്ന് പറഞ്ഞു. സച്ച് ഫെയ്ത്ത്, ഗ്രേറ്റ്. എന്ത് ഫെയ്ത്താണ് ആ മനുഷ്യനുള്ളത്? ഒരു വാക്ക് മാത്രം. ദൈവത്തിൻ്റെ മനസ്സറിയിക്കണം മക്കളെ. നമ്മുടെ അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞല്ലേ ദൈവത്തിൻ്റെ മനസ്സലിയിക്കണത്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ മഹത്വം മഹത്വം കർത്താവേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും.
കർത്താവിൻ്റെ മനസ്സലിയിക്കുന്നതിനുള്ള വചനമാണത്. എന്താണ്? റോമ 10:9. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. That is prayer. അതാണ് പ്രാർത്ഥന എന്ന് പറയണത്. പ്രാർത്ഥനയുടെ സാരസംഗ്രഹം. വാട്ട് ഈസ് എ ജിസ്റ്റ് ഓഫ് പ്രേയർ? That Jesus is the Lord. അതാണ് KCBC തിയോളജിക്കൽ കമ്മീഷൻ ഉടമ്പടിയെ വിലയിരുത്തിയപ്പോൾ പറഞ്ഞത്, ദിസ് ഈസ് ക്രിസ്റ്റോസെൻട്രിക് പ്രേയർ. ഉടമ്പടി ഒരു ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണെന്ന്. എന്താ കാര്യം? എല്ലാ പ്രാർത്ഥനകളും ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. എന്താണ്? അത് 10:9 റോമ. യേശു കർത്താവാണ്. അതാണ് കുഷ്ഠരോഗി പറഞ്ഞത്, അങ്ങ് കർത്താവാണ്. അതാണ് മർക്കോസിന്റെ 1:41, അങ്ങ് കർത്താവാണ്. അങ്ങ് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന്. ജീസസ് എന്ത് പറഞ്ഞു? ഞാൻ മനസ്സാകുന്നു. അതെ, നീ പറഞ്ഞതുപോലെ ഞാൻ കർത്താവാണ്, ഞാൻ മനസ്സാകുന്നു. നിന്റെ രോഗം എന്ത് തന്നെയായാലും, നിന്റെ സാഹചര്യം എന്ത് തന്നെയായാലും, ഞാൻ മനസ്സാകുന്നു, നീ സൗഖ്യമുള്ളവനാവുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവത്തോട് ഭക്തി കാണിക്കുമ്പോൾ കുഷ്ഠരോഗി അവൻ്റെ ഭക്തി പ്രാർത്ഥനയിലൂടെയും ശരീരഭാഷയിലൂടെയുമാണ് യേശുവിനോട് കാണിച്ചത്. അപ്പോൾ യേശുവിൻ്റെ മനസ്സ് ഉരുകി. ഞാൻ മനസ്സാകുന്നു, നീ സൗഖ്യമുള്ളവനാവുക എന്ന് പറഞ്ഞു. ഭക്തിക്ക് ഈശോ മനസ്സലിവോടുകൂടി മറുപടി നൽകി അവനെ സുഖപ്പെടുത്തി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമാക്കി വിശ്വാസികളെ മാറ്റരുത്. പലരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടും, പക്ഷേ ഒറ്റപ്പെട്ട സംഭവമാക്കി അവരതിനെ മാറ്റും. എങ്ങനെയാ കാരണം? അതായത് എപ്പോഴും നമ്മുടെ ഭക്തി അത് സത്യസന്ധമാണെങ്കിൽ, ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ, അല്ലേ? സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 33-ാമത്തെ വാക്യം ഈശോ എന്നാ പറഞ്ഞത്? കരുണ നമുക്ക് ലഭിക്കും, പക്ഷേ നമ്മളെന്ത് ചെയ്യണം? അത് ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റരുത്. കാരണം ദൈവം നിരന്തര കരുണയുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ഇപ്പം നമ്മുടെ കരുണയുടെ അടിസ്ഥാനം എന്താണ്? ഈശോ നമ്മോട് കാണിച്ച കരുണയാണ്. അപ്പം നമ്മളുടെ ഭക്തി അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്നാ ചെയ്യണം? ആ ഭക്തി എപ്പോഴും റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് പത്രോസ് പറയണത്. 2 പത്രോസ് 1:5. 2 പത്രോസ് 1:5 എന്താ പറയേണ്ടത്? ഇക്കാരണത്താൽ ഒന്ന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും സമ്പൂർണ്ണമാക്കുവിൻ. ഭക്തി സമ്പൂർണ്ണമാകേണ്ടതാണ്. ഭക്തി സമ്പൂർണ്ണമാക്കണം എങ്ങനെയാണ്? ഭക്തി ഒരു തുടക്കമാണ്.
അതിൻ്റെ പൂർണ്ണതയല്ല. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ചതുപോലെ മർക്കോസ് മത്തായിയുടെ സുവിശേഷം 18:33 അനുസരിച്ചുകൊണ്ട് ഈ ഭക്തി മൂലമാണ് കരുണ ലഭിച്ചത് കുഷ്ഠരോഗിക്ക്. നമുക്ക് ഇപ്പോൾ ഭക്തി മൂലമാണ് കരുണ ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ മാറ്റിയാൽ പിന്നീടൊരിക്കലും ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഭക്തിയെ നമ്മൾ പൂർണ്ണതയിൽ എത്തിക്കണം. ഭക്തിയെ എങ്ങനെയാണ് പൂർണ്ണതയിൽ എത്തിക്കണത്? അതായത് ഭക്തിയെ പറഞ്ഞേ, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവിക്കൊണ്ടും സമ്പൂർണ്ണമാക്കുവേൻ. അപ്പോൾ ഭക്തിയെ സമ്പൂർണ്ണമാക്കുന്നത് 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, സഹോദര സ്നേഹം. സഹോദര സ്നേഹം ഇല്ലാതെ ഭക്തി കാണിച്ചിട്ട് കാര്യമില്ല. ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, അവിടെ ഹൃദയം എന്നിൽ നിന്ന് എത്രയും അകലെയാണെന്ന് ഈശോ പറഞ്ഞില്ലേ? അതാണ് വിഷയം. ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, പിന്നെന്താണ്? സഹോദര സ്നേഹം ഇങ്ങനെ തിരിച്ച് കാണിക്കുമ്പോൾ സ്നേഹമാകും. പക്ഷെ അതല്ല, ആ സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും, അതാണ് സംഭവം. കൊടുക്കുന്ന സ്നേഹം, പങ്കുവെക്കുന്ന സ്നേഹം ഉപവിക്കൊണ്ടും പരിപൂർണമാക്കുക. അപ്പോൾ ഭക്തിയെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കണ ഭക്തിയിലൂടെയാണ്. പക്ഷെ കരുണയെ നിലനിർത്തണം എന്തുകൊണ്ടാണ്? സഹോദര സ്നേഹം കൊണ്ടും ഉപവി കൊണ്ടുമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവകരുണയെ സഹോദര സ്നേഹം കൊണ്ടും ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ ഇനി അഭിഷേകം ചെയ്യണമേ. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നയന ആൻ കുര്യാക്കോസ്. ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഇടവക സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടപ്പെട്ടിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 4 2022 എന്നാൽ ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ ആൻറ്റി വഴിയാണ്. എൻ്റെ ആൻറ്റി എന്നോട് 2022 ഏപ്രിൽ എന്നോട് പറഞ്ഞു, കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓൺലൈനായിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാം എന്നെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അന്ന് അത് കേട്ടതിന് ശേഷം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അന്ന് ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു ആവശ്യമായിരുന്നു. 7 വർഷമായി വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ ആൻറ്റിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ആ ഒരു ആവശ്യം വെച്ചു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. 2023 ഫെബ്രുവരി 18 ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ആൻറ്റി ജന്മം നൽകി. ഈ തന്ന സാക്ഷ്യത്തിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2020 +2 പാസ്സായതാണ്. എൻ്റെ 7ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഡോക്ടർ ആവുക എന്നത്. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞു. ഒരു പ്രാവശ്യം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അന്ന് ഓൺലൈനായിട്ടായിരുന്നു കോച്ചിങ് നടന്നുകൊണ്ടിരുന്നത്. ഞാനതിന് പാസ്സായെങ്കിലും എനിക്ക് ആവശ്യത്തിനുള്ള മാർക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെ വീട്ടുകാരോട് വീണ്ടും സംസാരിച്ച് രണ്ടാമത് ഞാൻ വീണ്ടും എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്ത സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ അന്ന് എനിക്ക് വലിയ വിശ്വാസമോ പ്രാർത്ഥനയുണ്ട്, പക്ഷേ പ്രവൃത്തിയായിട്ട് ഞാനൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ആ പ്രാവശ്യവും എനിക്ക് കിട്ടിയില്ല. വീണ്ടും ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ ഞാൻ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞു. അവരെന്നോട് അന്നേ വാൺ ചെയ്തു, ഇത് ലാസ്റ്റ് ടൈമാണ്, ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി, എനിക്ക് കിട്ടിയില്ല. ഒരുപാട് സങ്കടപ്പെട്ടൊരു സമയമായിരുന്നു. ഞാനൊരു ബിഗ് സീറോ ആണ് എന്ന് മനസ്സിലാക്കിയൊരു സമയമായിരുന്നു അത്. എൻ്റെ ജീവിതം തകർന്നൊരവസ്ഥയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ഒരു ഓപ്ഷൻ ഇല്ല. എല്ലാവരും പറഞ്ഞു നഴ്സിങ്ങിന് പോയിക്കോ. എൻ്റെ സഹോദരൻ ന്യൂസിലൻഡിലാണ്, അപ്പം നഴ്സിങ്ങിന് പോയിക്കോളൂ, അതാണ് ഇനി സ്കോപ്പുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂസിലൻഡിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഇട്ടു. മനസ്സോടെ ഞാൻ അതിന് സമ്മതിച്ചെങ്കിലും എൻ്റെ ഉള്ളിൽ അന്നും എന്നെക്കൊണ്ടൊരു നേഴ്സായി ഒരിക്കലും ജോലി ചെയ്യാൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും എന്നെ ഒരു ഡോക്ടറാക്കണം എന്നായിരുന്നു.
ഞാൻ മാതാവുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നേഴ്സിംഗ് എങ്കിൽ നേഴ്സിംഗ്, അത് കഴിഞ്ഞ് ഞാൻ മെഡിസിന് പൊക്കോളാം, എന്നെ സഹായിക്കണം എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ സഹായിക്കാൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നെ IELTS കോച്ചിങ്ങിന് കൊണ്ട് ചേർത്തു. ഞാനൊന്നും പഠിച്ചിരുന്നില്ല. രാവിലെ ക്ലാസ്സിന് പോകും, അവിടെ ഇരിക്കും, വൈകുന്നേരം റൂമിൽ വരും. ഒന്നും തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നില്ല. പക്ഷെ പ്രാർത്ഥിച്ചിരുന്നു, ബൈബിൾ നന്നായി വായിച്ചിരുന്നു, പ്രാർത്ഥന നന്നായി ചൊല്ലിയിരുന്നു. അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്താണ് അവിടെ പോയി ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഉപ്പുമായിട്ടാണ് പോയത്. ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി. എനിക്കറിയില്ല ഞാൻ എന്താണ് റൈറ്റിംഗ് എഴുതിയത്, എന്താണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, എന്താ സ്പീക്കിംഗ് പറഞ്ഞതെന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു, നിൻ്റെ സ്കോർ ഇതൊക്കെയാണ്. എനിക്ക് 6.5, 7, 7.5, 8 ഈ സ്കോർ കിട്ടുമെന്ന് മാതാവ് എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ കാണിച്ചു തന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അമ്മയോട് എണീറ്റ് പറഞ്ഞു, അമ്മേ ഇതായിരിക്കും എൻ്റെ സ്കോറ് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു. എനിക്ക് അമ്മ മാതാവ് കാണിച്ചു തന്ന അതേ സ്കോറായിരുന്നു ലഭിച്ചത്. എന്നിരുന്നാലും ഞാൻ ഒരിക്കലും നേഴ്സിങ്ങിന് പോകാൻ തയ്യാറായിരുന്നേ ഇല്ല. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറഞ്ഞു, നീ പോയി മാതാപിതാക്കളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ പുറത്തു പോയി MBBS ചെയ്തോട്ടെ എന്ന് ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചു. അവർ പൂർണ്ണ മനസ്സോടെ എന്നെ അതിനനുവദിച്ചു. ആകെ ഒരു കണ്ടീഷൻ വെച്ചത്, ഒരു ക്രിസ്ത്യൻ രാജ്യമായിരിക്കണം ചൂസ് ചെയ്യുന്നത് എന്നായിരുന്നു. എൻ്റെ പപ്പ തന്നെയാണ് എനിക്ക് രാജ്യവും ഏജൻസിയും എല്ലാം തിരഞ്ഞെടുത്തു തന്നത്. എൻ്റെ പപ്പയാണ്. ഞാനിപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഒരു 2ാം വർഷ MBBS സ്റ്റുഡൻ്റാണ്. എനിക്കറിയാം അവിടെ ഞങ്ങൾക്ക് ജോർജിയൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടാണ്. എനിക്കത് വായിക്കാൻ പോലും എനിക്ക് അറിയത്തില്ല. എങ്ങനെയാണത് വായിക്കേണ്ടത്, എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എക്സാമിന് പോകുമ്പം ഞാൻ പറയും, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ്, ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. എല്ലാ ജോർജിയൻ പരീക്ഷയിലും ആവശ്യത്തിനധികം മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇനി ഞാൻ അടുത്ത മാസം എൻ്റെ അടുത്ത സെമസ്റ്റർ, 2nd ഇയർ 4th സെമസ്റ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്കറിയാം അമ്മ മാതാവ് എൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. അടുത്തൊരു സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ അമ്മ മാതാവ് എൻ്റെ പപ്പയെ കാത്തു രക്ഷിച്ചതാണ്. എൻ്റെ പപ്പ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും പപ്പ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെല്ലും, പക്ഷേ അതിന് വേണ്ടി സമയം മാറ്റി വെക്കത്തില്ലായിരുന്നു. കഴുത്തിൽ കാശുരൂപമുണ്ട്. അമ്മ ഇന്ന് രാവിലെ പപ്പ പോകുമ്പം നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പവർ ട്രില്ലർ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. അതിനൊരു 200 കിലോ ഭാരം വരും. അത് ഒരു ഇറക്കത്തിലൂടെ പപ്പ ഉന്തി ഇറക്കേണ്ടതിന് പകരം വലിച്ചിറക്കി, അതിൻ്റെ 2 ഹാൻഡിൽ പിടിച്ച് വലിച്ചിറക്കി. അതിൻ്റെ ഭാരം കാരണം അത് നിയന്ത്രണം വിട്ട് എൻ്റെ പപ്പയും കൂട്ടി അവിടെ ഒരു ഷട്ടറുണ്ട്, ഞങ്ങളുടെ ആ ഒരു സ്ഥലത്തൊരു ഷട്ടറുണ്ട്, അതിന് പോയി ഇടിച്ചു. ഷട്ടർ പൂർണ്ണമായി തകർന്നു പോയി. പക്ഷേ എൻ്റെ പപ്പയ്ക്കൊന്നും പറ്റിയില്ല. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അമ്മ മാതാവ് കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ പപ്പയെ ആ അപകടത്തിൽ നിന്നും രക്ഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പപ്പയെ കാത്തു രക്ഷിച്ചത് കാശുരൂപം, കഴുത്തിലുണ്ടായിരുന്ന കാശുരൂപവും നെറ്റിയിൽ പപ്പയ്ക്ക് അമ്മയെന്നും വരച്ചു കൊടുത്തിരുന്ന, തൈലം വെച്ച് വരച്ചു കൊടുത്തിരുന്ന കുരിശുമായി, നെറ്റിയിൽ വരച്ചു കൊടുത്ത കുരിശു കൊണ്ടാണ് പപ്പ ഇന്നും ജീവനോടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ആ ഒരു ഹാൻഡിൽ പപ്പയെ പോയി ഇടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അറിയത്തില്ലായിരുന്നു പപ്പയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. ഞങ്ങൾ അറിയത്തില്ല. പപ്പ ഒറ്റയ്ക്കായിരുന്നു തോട്ടത്തിലുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു വെയിറ്റുള്ള സാധനം നമുക്ക് ഊഹിച്ചാൽ അറിയാം, അത് 200 കിലോ ഒരു മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് തളർച്ചു കഴിഞ്ഞാൽ എന്തായാലും റിബും ഹാർട്ടും ഒക്കെ പോകും. പക്ഷെ മാതാവ് എൻ്റെ പപ്പയെ രക്ഷിച്ചതാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോ എന്താണെന്നും മാതാവ് എന്താണെന്നും ഞാൻ വളരെയധികം മനസ്സിലാക്കി. അതേപോലെ തന്നെ പപ്പ ഒരു പ്രാവശ്യം കുരുമുളക് പറിക്കാനായിട്ട് ഇരുമ്പ് തോട്ടി കൊണ്ട് പോകെ ഇലക്ട്രിക് ലൈനയിൽ പോയി തട്ടി. പക്ഷേ പപ്പയ്ക്ക് ഒന്നും പറ്റിയില്ല. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കണ്ണുപൊത്തി. കാരണം അത്രയ്ക്കും സ്പാർക്ക് അതിൽ നിന്നും വന്നിട്ടും എൻ്റെ പപ്പയ്ക്ക് ഒന്നും പറ്റിയില്ല. കൂടെയുള്ളവർ പറഞ്ഞു, നീ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്.
അതും എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന, മാതാവ് കൂടെ ഉള്ളതുകൊണ്ടാണ്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ മാതാവ് എന്നെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുകയാണെന്നാണ്. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേഴ്സിംഗ് ന്യൂസിലൻഡിൽ ചെയ്യേണ്ട ഞാൻ ഇന്ന് എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മ മാതാവ് മനസ്സിലാക്കി എന്നെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. എനിക്കധികം ആളുകളോട് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഈ ജോർജിയയിലാണെങ്കിൽ പോലും അധികം ആരുമായിട്ട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് അമ്മ മാതാവുമായിട്ടാണ്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം രോഗികളെ കാണുമ്പം, അവശരായവരെ കാണുമ്പം ഞാൻ അവരോട് പോയി സംസാരിക്കാറുണ്ട്, ഒരുപാട് സംസാരിക്കും. എന്നാൽ കഴിയുന്ന വിധം അവർക്ക് സഹായങ്ങൾ ചെയ്യും. ജോർജിയയിൽ ഭിക്ഷയ്ക്കിരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഭക്ഷണമെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ നാട്ടിലുള്ള സമയത്ത് ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ വോളണ്ടറി ചെയ്തിട്ട് അവരുടെ കൂടെ പോയി ഓരോ രോഗികളെ കണ്ട് അവരുടെ മുറിവുകൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവിടെയുള്ള അമ്മമാരെ കുളിപ്പിക്കുകയും അവരുടെ ബാത്റൂം കഴുകി കൊടുത്തിട്ടുണ്ട്, അവരുടെ നഖം വെട്ടി കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ആവശ്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു മകളായി നിന്ന് ചെയ്തു കൊടുക്കാൻ അമ്മ മാതാവ് എന്നെ നയിച്ചു. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും കൂടെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉണ്ടാകുമെന്ന് അമ്മ മാതാവിന് ഞാൻ പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ബിനി. ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് വരുന്നു. 2021 ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത്. യൂട്യൂബ് വഴി ഞാനിത് കാണുമായിരുന്നെങ്കിലും ആദ്യമൊക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് പല പല വീഡിയോസ് കാണുകയും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ നയനയോട് പറഞ്ഞത്, ഇങ്ങനെയൊരു ഉടമ്പടിയുണ്ട്, നിങ്ങൾക്ക് പോയി അതെടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയിച്ചു. അതേസമയം തന്നെ ഞാനും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷത്തോളം ആയിരുന്നു. 2016 ശേഷം 2019 ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് അവിടെ എത്താൻ സാധിച്ചില്ല, കോവിഡും കുറേ ഇഷ്യൂസും എല്ലാം കാരണം. അതിനുശേഷം 2020 അവിടെ എത്തുന്നത്. അപ്പോൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ വിത്തിൻ 2 months ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2023 ഡെലിവറി ആവുകയും ചെയ്തു. ആ സമയത്തൊന്നും ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കോവിഡ് ടൈം ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആർക്കും വരാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല എങ്കിലും ഈ സാക്ഷ്യങ്ങൾ കാണുകയും അതെല്ലാം ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. 2023 ഏപ്രിൽ 30 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതനുസൃതമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജോൺസൺ, വീട് വടുതല. എൻ്റെ ഭാര്യ സൂസി, മകൻ ഇമ്മാനുവൽ നിതിൻ, ഇത് മകള് മേരി നികിത. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് സാധിച്ചതിന് ഈശോയ്ക്കും തിരുക്കുമാരനും ഈശോയ്ക്കും മാതാവിനും 1 കോടി നന്ദി പറയുന്നു. ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഒത്തിരി വൈകി. ഞാനൊരു കാർപ്പൻ്ററായിരുന്നു. എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം എനിക്ക് പണിയെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാനത് ഒരു ഓട്ടോ എടുത്ത് 2014 ആ ഓട്ടോ ഓടിക്കുമ്പോൾ അതിന് ബാഡ്ജ് വേണമായിരുന്നു. അപ്പോൾ ബാഡ്ജ് ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. അങ്ങനെ നിരന്തരം എന്നെ പോലീസ് പിടിച്ച് ഫൈൻ ഇടിക്കുമായിരുന്നു, 250 രൂപ. അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് ഫൈൻ ഇടുകയും ഞാൻ വണ്ടി ഓടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടിയിൽ ഫസ്റ്റ് നിയോഗം വെച്ചത് എനിക്ക് 10ാം ക്ലാസ് പാസ്സായാലേ ബാഡ്ജ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നിയോഗത്തിൽ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ബാഡ്ജ് കിട്ടണം, ഇല്ലെങ്കിൽ ആ നിയമം എടുത്തു മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ നിയോഗം വെച്ചത്.
ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത് 3 പ്രാർത്ഥന കൂടിയതിന് ശേഷം അത് ഡൽഹിയിൽ ആ ബേഡ്ജ് നിരോധിച്ച് കുറേ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇവിടെയും അത് പാസ്സായി. അപ്പോൾ ആയതുകൊണ്ടിട്ട് ഇപ്പം എനിക്ക് ഓട്ടോറിക്ഷ ഓടിക്കണോണ്ട് ഭയമൊന്നുമില്ല, എനിക്ക് ഫൈനില്ല, ചാർജൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യം എനിക്ക് ഈശോയും മാതാവിലും സാധിച്ചു തന്നതിന് വളരെയേറെ നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴത്ത് ഒരൊറ്റ രൂപയുടെ വലിപ്പത്തിൽ ഒരു പുഴുക്കടി മാതിരി മാസങ്ങളോളം ഉണ്ടായിരുന്നു. മാന്തും, അത് പൊട്ടും, പിന്നെ മരുന്ന് ചെയ്യും. അത് ഞാനിവിടെ വന്ന് ജോസഫച്ചനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫച്ചൻ ഞങ്ങളോട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞ് ജോസഫച്ചൻ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വ്രണം അങ്ങാട് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി. അപ്പോൾ അതിന് ഈശോവിനും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ കൂടാതെ എൻ്റെ മകൻ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ വെച്ച് കുറച്ച് ദുശ്ശീലങ്ങളൊക്കെ എൻ്റെ മകനുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരക്കുകയും അവൻ്റെ നാവിൽ എല്ലാ ദിവസവും 3 തുള്ളി ഇട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി മാതാവിനോട് ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മകനിപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാ ദുശ്ശീലങ്ങളും മാറി അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അതിൽ ഈശോയും മാതാവിനോടും നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. ഞാനൊരു 35 വർഷമായിട്ട് ഭയങ്കരമായ മദ്യപാനിയായിരുന്നു. എനിക്ക് ആ മദ്യപാനം നിർത്തുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മദ്യപാനം നിർത്തുന്നത് നോൻപ് കാലത്ത് 50 ദിവസം ഞാൻ മദ്യപാനം നിർത്തും. ആ 50 ദിവസം മദ്യപാനം നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോൻപ് കഴിയുമ്പോൾ അത് വീണ്ടും തുടങ്ങും, ആ മദ്യം വീണ്ടും തുടങ്ങും. പിന്നെ അടുത്ത നോൻപ് വരുമ്പോഴാണ് ഞാൻ മദ്യപാനം നിർത്തുന്നത്. ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആ നിയോഗത്തിൽ എൻ്റെ ഭാര്യ എപ്പോഴും കൃപാസനത്തിൽ വരുന്ന ആളാണ്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വരും, ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, അയാൾ കരഞ്ഞ് പ്രാർത്ഥിക്കും, പോവും. ഞാൻ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ മദ്യപാനം കഴിക്കും. അതെനിക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല. എനിക്കതിനോട് താല്പര്യമില്ല. എവിടെയെങ്കിലും മദ്യപാനം കഴിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ കല്യാണമോ എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനോട് ഒരു ആസക്തിയില്ല. നേരത്തെ ഭയങ്കര ആസക്തിയായിരുന്നു. അപ്പോൾ അതിന് തിരുക്കുമാരൻ ഈശോയോടും മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനകൂടി നന്ദി. ഞങ്ങൾ ഇവിടെ 2016 തുടങ്ങി വരാൻ തുടങ്ങിയതാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാതാവ് തന്നിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞത്. അതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത്, ഇതൊക്കെ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ്, തൊട്ടടുത്ത് പറമ്പിലൊരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. ആ തെങ്ങ് ഏത് നിമിഷവും ഞങ്ങളുടെ വീട്ടിലോട്ട് വീണാൽ, വീട് 2 നില വീടാണ്, ആ വീട് മുകളിലത്തെ ഫുള്ള് പോകുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും തെങ്ങ് വെട്ടുകാരെ കാണാൻ വരൂല, പൈസ കൂടുതലായതുകൊണ്ട്. എല്ലാ ദിവസവും ഞാൻ മുകളിൽ കയറിയിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ, ഒരു പാട്ട പെയിൻറ്റ് പോലും അടിക്കാൻ എനിക്ക് നിവർത്തിയില്ല അമ്മേ, എൻ്റെ വീടിന് ഒന്നും പറ്റല്ലേ അമ്മേ, ഈ തെങ്ങ് അമ്മ കാത്ത് അമ്മയുടെ സംരക്ഷണ കാപ്പിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ അമ്മേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് നേരം വെളുത്തപ്പോൾ തെങ്ങ് വീണെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് ചാരി വെച്ചിരിക്കണ പോലെ മതിലേ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണ തെങ്ങിന. എൻ്റെ വീടിന് ഒരു ചിന്നല, ഒരു പൊട്ടല ഒന്നും ഞങ്ങൾക്ക് തന്നത്. ആ തെങ്ങിൻ്റെ മുകളിൽ കിടന്ന് വെച്ചാൽ തേങ്ങ മുഴുവനും ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലായിരുന്നു. അത് വെട്ടുവാൻ പോലും ആളുണ്ടായില്ല. എന്നിട്ട് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഞങ്ങൾ 4 പേരും കൂടിയാണ് ആ തെങ്ങ്
വെട്ടി 10,000 രൂപ വേണമായിരുന്നു, വെട്ടി മാറ്റി അത് താഴെ ഇറക്കിയത്. അതിനുള്ള ശക്തി ഞങ്ങൾക്ക് പരിശുദ്ധമ്മ തന്നെയാണ് തന്നത്. പിന്നെ അതുകൂടാതെ എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അലർജിയുടെ അസുഖം ഒരു 4 വർഷത്തോളമായി. ഞാൻ അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാ. ഇതൊന്നും ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെക്കാത്ത കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ 1 വർഷം കഴിഞ്ഞ് തൈറോയിഡിൻ്റെ പ്രശ്നമില്ല, അലർജിയുടെ പ്രശ്നമില്ല, പൊടി എന്തുകൊണ്ടാലും ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഇത്രയും അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ എനിക്ക് തന്നത്. അതേപോലെ 2 പിള്ളേരെ എന്നോട് പ്രാർത്ഥിക്കാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് നല്ല മാർക്കോടുകൂടി വിജയം കിട്ടി. പിന്നെ എൻ്റെ മക്കൾക്ക് 2 പേർക്കും, എൻ്റെ മകള് പഠിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആയിരുന്നു, ഒരു +2 വരെയെങ്കിലും പഠിക്കാനുള്ളത് തരണേ എന്നായിരുന്നു മാതാവിനോട് പറഞ്ഞത്. പക്ഷേ PG വരെയും എൻ്റെ മകൾ കംപ്ലീറ്റ് പൂർത്തിയാക്കി. അതേപോലെ മകനും +2 കഴിഞ്ഞ് ഒരു ജോലി പഠിച്ചു. ഇനി അവർക്ക് 2 പേർക്കും ഒരു ജോലി വേണം. പരിശുദ്ധ അമ്മ അത് ഞങ്ങൾക്ക് തന്ന് സഹായിക്കും എന്ന് പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉണ്ടായിരിക്കണമേ എന്നും നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മാതാവിൻ്റെ പത്രം കാർഡാക്കിയിട്ട് 100 എണ്ണം വീതം ഞങ്ങൾ അടിച്ച് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് കൊടുക്കും. അതേപോലെ തന്നെ 3 കെട്ട് പത്രം മേടിക്കും, പത്രം വിതരണം ചെയ്യും, കാശ് രൂപ മേടിച്ച് കൊടുക്കും. പിന്നെ കൊന്ത ഒരു 2-3 കൊന്തയൊക്കെ വരുമ്പോൾ ഞങ്ങൾ മേടിച്ച് കൊണ്ടുപോകും, എന്നിട്ട് അത് കൊടുക്കും. അതേപോലെ തന്നെ ഭർത്താവ് ഓട്ടോ ഓടിക്കുന്നതാണ്. ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഫുൾ കാശ് മേടിക്കൂല, പകുതി മേടിക്കുള്ളൂ. അത് രോഗികളെ കൊണ്ടുപോവുകയും അവർക്ക് ചായയും എല്ലാം വാങ്ങിക്കൊടുക്കുകയും അങ്ങനത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും പിന്നെ വസ്ത്രങ്ങൾ, പഴയ വസ്ത്രങ്ങളെന്ന് വെച്ചാൽ അത്ര പഴയതല്ലാത്ത വസ്ത്രങ്ങൾ എല്ലാവരും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഞാനതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് അടൂര് ഓർഫനേജിൽ നിന്ന് ഒരു കാറ് വരും, ആ കാറിൽ ഈ വസ്ത്രങ്ങളെല്ലാം കയറ്റി കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ആത്മീയ ജീവിതം ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ ഒരു 4 വർഷമെങ്കിലുമായിട്ടുണ്ടാവും. എൻ്റെ ഭർത്താവ് എന്നെ കൂടി പള്ളിയിൽ മുടങ്ങാതെ കുർബാന, ഞാൻ എല്ലാ ദിവസവും പോവാം, ഭർത്താവും ഇപ്പോൾ ഒരു 4 വർഷമെങ്കിലുമായിട്ടുണ്ടാവും ഞങ്ങൾ മുടങ്ങാതെ ദിവ്യബലിയിലും കുമ്പസാരവും പ്രാർത്ഥനയുമൊക്കെ ചെയ്യുന്നുണ്ട്.